ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ വ്ളോഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ കോക്ടെയിലിൻ്റെ ഡോറൊക്കെ തുറന്ന് വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. കാക്ക പുറത്തിറങ്ങി എന്താ സംഭവിക്കുക എന്നൊക്കെ നോക്കിയിരുന്നു. ഇവരെ കൂട്ടിലിടാതെ വളർത്താറുണ്ട് എല്ലാവരും. അപ്പോൾ അതേപോലെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഡോർമലിരുന്ന് ആ ഒരു ചെടീൻ്റെ ലീഫൊക്കെ ഒന്ന് കൊത്തിപ്പറിച്ച് പിന്നെ കൂട്ടിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൂപ്പരെന്നെ കയറിയിട്ടോ. മറ്റാൾ പുറത്തിറങ്ങിയില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ പരിപാടി. അപ്പോൾ മോന് ഇന്ന് സ്കൂളില്ലാത്ത കാരണം കൂടെ അവനും ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ കെട്ടി വെച്ചതായിരുന്നു കേട്ടോ. അതപ്പോൾ ആ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടിടാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അവിടെ ഈ കിളിക്കൂടുള്ള കാരണം അവരിങ്ങനെ ഈ നട്ട്സൊക്കെ ഈ സീഡുകളുണ്ടല്ലോ, സീഡും നട്ട്സൊക്കെ കഴിക്കുമ്പോൾ അതിങ്ങനെ തെറിച്ച് വീണതും ഒക്കെ ഉണ്ടാവും. പിന്നെ എന്നും എൻ്റെ അണ്ണാനുണ്ടല്ലോ, ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അണ്ണാർക്കൊട്ടൻ വരുന്നത്. അപ്പോൾ ആ മൂപ്പര് വരുമ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് കുറച്ച് അവിടെ അതിൻ്റെ അടിയിലുള്ള ടൈലിൽ കുറച്ച് സീഡുകൾ ഇട്ട് വെക്കും കേട്ടോ. അതവിടെ വന്ന് തിന്നിട്ട് പോവും. അപ്പോൾ അതിൻ്റെ തൊലികളുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് അവിടെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാനത് ഇങ്ങോട്ട് അടിച്ചെടുക്കും, എന്നാലും അതിൻ്റെ തട്ടും തരികളൊക്കെ അവിടെ ചാടി വീണിട്ടുണ്ടാവും. കിളികൾ കഴിക്കുമ്പോഴും തെറിച്ച് വീണതും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം. അതൊരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ പോട്ടുകളൊക്കെ നീക്കി സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ കുറച്ച് ദിവസമായി ഇപ്പോൾ അവിടെ നന്നാക്കിയിട്ടോ. മഴ തന്നെ ആയപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങാറില്ല. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ പോട്ടൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ. ഒക്കെ സിംഗിൾ പോട്ട് ആക്കിയതായിരുന്നു ഞാനിട്ട്. ഡബിൾ പോട്ടെല്ലാം സിംഗിൾ പോട്ട് ആക്കിയതായിരുന്നു. വെള്ളം നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. സ്റ്റാൻഡിലായതുകൊണ്ട് വെള്ളം അങ്ങോട്ട് മാറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് താഴേക്ക് പോയിക്കോളും. ഇതിൻ്റെ അടി ഇൻ്റർലോക്കാണല്ലോ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ അടിച്ചു വരി തരാമെന്നൊക്കെ പറയണം കേട്ടോ. കൂടിൻ്റെ ട്രേ ഒക്കെ അവൻ എടുത്തുകൊണ്ട് ഈ തട്ടണമൊക്കെ ഉണ്ട്. അങ്ങനെ പറ്റുന്ന ഹെൽപ്പൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവനെ കൂടി സാധിക്കണം, അതിലപ്പുറം ഉള്ളവൻ ചെയ്യും കേട്ടോ. അതാ പ്രശ്നം. ഇന്ന് പിന്നെ കുറച്ച് ആ ഒരു വാളിൽ വെർട്ടിക്കൽ ഗാർഡനാക്കി വെച്ചിട്ടുള്ള വെർട്ടിക്കൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ വെള്ളപ്പോട്ടിൽ. അതിൽ 2 പ്ലാന്റ് പറ്റേ പോയിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി സാധാരണ മണി പ്ലാന്റും അതേപോലെ എൻജോയ് പോത്തോസും 2ഉം പോയിട്ടുണ്ട്. അപ്പോൾ 2 പോട്ടിലേക്കും വേറെ പ്ലാന്റ് വെച്ച് കൊടുക്കണം. ഞാനിങ്ങനെ ഓരോ പോട്ടിലത്ത് പോകുമ്പോൾ ആ ഒരു വെർട്ടിക്കൽ പോട്ടുണ്ടല്ലോ അതിൽ ഞാനിങ്ങനെ മാറ്റി കുത്തി കൊടുക്കും, പോകുന്ന പോട്ടുകൾക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോവും. അപ്പോൾ പിന്നെ ആ ഒരു സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ വേറെ പ്ലാന്റുകൾ നമ്മളിങ്ങനെ മുറിച്ച് കുത്തി പിടിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ഒരു പോട്ടിൽ നിന്ന് 4 പോട്ടാക്കി സിങ്കോണിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിങ്കോണിയത്തിൻ്റെ ഒരു പ്ലാന്റ് ഒന്നിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നിൽ ഫിറ്റോണിയം നമ്മൾ കുറേ പ്ലാന്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കിളിൻ്റെ താഴെ ഉള്ള വേസ്റ്റൊക്കെ പോകാനുള്ള ആ ട്രേ ഉണ്ടല്ലോ, അതൊന്ന് കഴുകി കൊടുക്കുകയാണ്. അതിന് പട്ടികൻ്റെ ഫ്രെയിമാണെങ്കിലും അതിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ അവർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ കഴുകാനായിട്ട് പറ്റും. പട്ടിക കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റും വേണ്ടി വരും. എപ്പോഴെങ്കിലും കഴുകാറുള്ളൂ, അല്ലാത്തപ്പോൾ ഞാൻ പേപ്പർ ഇട്ട് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കഴുകി ഈ ഒരു തട്ടുണ്ടല്ലോ ഇവിടെ വെച്ച് കൊടുക്കും ഞാൻ, അണ്ണാന് വന്നത് കഴിക്കാനുള്ളത്. അപ്പോൾ മൂപ്പരവിടെ വെച്ച് തൊലിച്ച് കഴിച്ചിട്ട് പോവും. എന്നാലും അകത്തേക്ക് വരും കേട്ടോ. അവിടെ എന്ത് സീഡ് വെച്ച് കൊടുത്താലും അകത്തേക്ക് വരും. അകത്ത് വന്ന് ഫ്രൂട്ടിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചിട്ട് പോവുള്ളൂ. ഉമ്മ കൊടിഞ്ഞി പോയിട്ടുണ്ട് പെങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ ഉമ്മ അവിടുന്ന് മിഞ്ഞാന്ന് വിളിച്ച് പറയായിരുന്നു, എൻ്റെ അണ്ണാൻ വന്നിട്ട് എൻ്റെ പഴം കഴിക്കും, പഴം ഞാനിവിടെ റാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതവിടെ നിന്ന് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അത് അണ്ണാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുക്കൂലല്ലോ ബാക്കി. അപ്പോൾ പഴമൊക്കെ ആകുമ്പോൾ വലിയൊരു പഴമൊക്കെ വലിയൊരു പഴം അന്ന് കടിച്ച് അതിനാവശ്യമുള്ള കഴിച്ചിട്ട് പോയി. അപ്പോൾ ഉമ്മ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ, അങ്ങനെ എടുത്ത് വെക്കുക, അത് കഴിക്കും എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഞാൻ മിക്കവാറും സമയത്ത് ഞാൻ മുറിച്ച് വെച്ച് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ മുറിച്ച് വെച്ചത് അവിടെ വെച്ചിട്ട് അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോവുകയും ചെയ്യും അകത്ത് വന്നിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ മോന് അടിച്ചു വാരി തരുന്നുണ്ട്, വാക്വം ചെയ്ത് തരുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നാലെ നടന്നിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അത് ഇവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ സ്റ്റാൻഡ് അങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ അപ്പുറത്തുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെ നീക്കി വെക്കട്ടെ. ഇന്നത്തെ ഈ വ്ളോഗിൽ അധികം വീഡിയോസ് എടുത്തിട്ടുള്ള വീഡിയോഗ്രാഫർ എൻ്റെ മോനും മാസിയാണ് കേട്ടോ. അവൻ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് എടുത്ത് പഠിക്കണത് നല്ലതാണല്ലോ, കഴിവുണ്ടാകുന്ന അറിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അവനൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് എഴുതിയിട്ട് ആ വീഡിയോ തന്നെയാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ അധികം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ചെറിയ ഷെയ്ക്കിങ്ങും ഒക്കെ ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കുക. ഞാൻ ആ ചുമരിൽ അടിച്ചു വെച്ചിട്ടുള്ള സ്റ്റാൻഡ് രണ്ടും എടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്താണല്ലോ, അപ്പോൾ നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാനായിട്ട്. അതിനിപ്പോൾ തിരിച്ചെടുത്ത് വെച്ചിട്ട് പ്ലാന്റ്സൊക്കെ നമുക്ക് തന്നെ വെക്കണം. ഇടയ്ക്ക് ഞാനൊന്ന് എടുത്തിട്ട് അതിൻ്റെ ലീഫൊക്കെ ഒന്നുകൊണ്ട് കഴുകി കൊടുക്കും. എന്നാലാണ് പ്ലാന്റ്സിനൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ പോൾസൊക്കെ അടഞ്ഞിട്ടുണ്ടാവും, പൊടി വന്നിട്ട് നല്ല ശ്വസിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇത് ഭയങ്കര ചീപ്പായിട്ട് വാങ്ങിയൊരു സ്റ്റാൻഡ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിങ്ങനെ അടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുകയും ചെയ്യാം, നല്ലതാട്ടോ. ഇനിയിപ്പോൾ ഈ സ്റ്റാൻഡ് ഒന്ന് എടുത്തിട്ട് ഇവിടെയും വേണം ഒന്ന് വാക്വം ചെയ്ത് വൃത്തിയാക്കി രണ്ടാമത് അവിടെ തന്നെ വെക്കാൻ. ഈ ഒരു സ്റ്റാൻഡുള്ള കാരണം നല്ല സുഖമാട്ടോ. ഈ സ്റ്റാൻഡും വളരെ ചീപ്പായിട്ട് വാങ്ങിയതാണ്, ഇപ്പോൾ റേറ്റൊന്നും ഓർമ്മയില്ല. നല്ല ഉപകാരം കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഡബിൾ പോട്ടൊന്നും അല്ലേ വെക്കണത്. അപ്പോൾ ഈ ഗ്രാസിൽ ഇങ്ങനെ അമർന്ന് ചട്ടിയിരിക്കണേനേക്കാളും ഇങ്ങനെ സ്റ്റാൻഡിലാക്കി വെക്കുമ്പോൾ ഗ്രാസ് പെട്ടെന്ന് വൃത്തിയായി പോവില്ല, കേടായി പോകുമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊന്നും കയറിയിരിക്കൊന്നുമില്ല. മറ്റേത് പോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നനവിരിക്കുമ്പോൾ ഞാൻ ഡബിൾ പോട്ട് ഒക്കെ ഒഴിവാക്കിയതാണല്ലോ. അപ്പോൾ വെള്ളം ഡ്രെയിൻ ഔട്ടായി പോകുന്ന സമയത്ത് ഇങ്ങനെ ഈർപ്പം നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പഴുതാരൊക്കെ വന്നുകൂടായിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡുമ്മലാവുമ്പോൾ നിങ്ങൾ വൃത്തിയായിക്കോളും. ഈ ചുമരിലൊക്കെ വാൾപേപ്പർ ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാൾപേപ്പർ ചെയ്യാനുള്ള റീസണ് ഒരു ഭംഗിക്കും, പിന്നെ പ്ലാന്റ്സ് നനയ്ക്കുമ്പോൾ മണ്ണൊക്കെ തെറിക്കുമ്പോൾ ആ ഒരു വാൾപേപ്പർ ആയ കാരണം വെള്ളം ഒഴിച്ചുകൊണ്ട് കളയാനും പറ്റും കേട്ടോ. അതാണ് ആ ചുമരൊക്കെ വാൾപേപ്പർ ചെയ്തത്. പക്ഷെ നല്ല ലുക്കുമാണ് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ മാറ്റും വാളിൽ ആ ഒരു പ്രിൻറ്റും കൂടെ വരുമ്പോൾ നല്ലൊരു വൈബാണ് കാണാൻ. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കട്ടെ. ഒക്കെ ഞാൻ വെള്ളമൊക്കെ മാറ്റി ഒക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ബാമ്പു പ്ലാന്റും ഈ ഒരു ക്രീപ്പിംഗ് ചാർലി ഉണ്ടല്ലോ, ഞാൻ കുറേ ആയി തിരഞ്ഞ് നടക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറും ഇപ്പോൾ ഫ്രണ്ടാട്ടോ. ആദ്യം സബ്സ്ക്രൈബറായി, ഇപ്പോൾ ഫ്രണ്ടാണ്, നൂർത്താത്ത എന്ന് പറയും. അവർ തന്നതാട്ടോ. ഒരു ഫിലോഡെൻഡ്രോൻ്റെ തയ്യും തന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാട്ടോ. നല്ലൊരു താത്തയാണ് കേട്ടോ. അപ്പോൾ ഇത് ജിജി പ്ലാന്റിൻ്റെ കട്ടിങ് കേട്ടോ. ജിജി പ്ലാന്റിൻ്റെ കട്ടിങ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ അടിയിൽ ആ കിഴങ്ങ് വന്നിട്ട് നല്ലൊരു പ്ലാന്റായി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ റെഡി ആകുമ്പോൾ ഒരു പോട്ടിക്ക് വെക്കും, പിന്നെയും അതിൽ വെള്ളത്തിലിട്ട് വെക്കും, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു മിൽക്ക് ക്യാൻ്റെ ഷേപ്പിലുള്ള പോട്ടിലേക്ക് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഇറക്കി വെച്ചതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിരുന്നു കേട്ടോ. ഇവിടുന്ന് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ആ സിങ്കിൽ വെച്ചാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ടേബിളിൽ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും കൂടി ഉഷാറായിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാട്ടോ. പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് വന്ന് അന്ന് തുടങ്ങിയ മഴയാണ്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ അത് യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അതിൽ വെച്ചിട്ട് ചെയ്യാം. എന്നാൽ പിന്നെ ഇത് ഇങ്ങോട്ട് വൃത്തികേടാവില്ല. അതങ്ങ് കഴുകി ഉണക്കി എടുത്ത് വെക്കുകയും ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വില ഞാനിപ്പോൾ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സോട് ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാം കേട്ടോ. പല ക്വാളിറ്റി ഉള്ളതും പല സൈസ് ഉള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ 1 മീറ്റർ വീതിയും 1 മീറ്റർ നീളമുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് മതി, ധാരാളമാണ്. അപ്പോൾ അത് ഈ 2 പോട്ടത്തും പ്ലാന്റ് പറ്റേ പോയിട്ടുണ്ട്. ഒന്ന് എൻജോയ് പോത്തോസും ഒന്ന് സാധാരണ പോത്തോസും ആയിരുന്നു. ഇത് രണ്ടും കുഴപ്പമില്ല കേട്ടോ. നിയോൺ പോത്തോസും മഞ്ജുള പോത്തോസും ഇത് രണ്ടും പ്രശ്നമില്ല. പോട്ടിലൊക്കെ വെള്ളം നിൽക്കണുണ്ട്. ഡബിൾ പോട്ടാണല്ലോ, അപ്പോൾ അതൊക്കെ പോട്ടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകും വേണം. മറ്റേത് രണ്ടും റീപ്ലാന്റ് ചെയ്യും വേണം. ഇത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഈ 2 പോട്ടിലും
മാറ്റി നട്ടു കൊടുക്കണം കേട്ടോ. ഒന്നിൽ സിങ്കോണിയം നടണം, ഒന്നിൽ ഫിറ്റോണിയം വെക്കാമെന്നാണ് വിചാരിക്കണത്. ഈ ഫിറ്റോണിയ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്രീപ്പിംഗ് ചാർലി വെക്കണം ഇനി, അതൊന്ന് പിടിച്ച് ഒന്ന് പടർന്ന് വരട്ടെ. എന്നിട്ട് ഒന്നിൽ ക്രീപ്പിംഗ് ചാർലി വെക്കണം. അതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഉള്ളൊരു ഗ്രീൻ കളറാണല്ലോ ഈ ക്രീപ്പിംഗ് ചാർലി എന്ന് പറഞ്ഞ പ്ലാന്റിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പുതിന ലീഫിൻ്റെ മിൻറ്റ് ലീഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാവുക, അതിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇതാ ഈ 2 പോട്ടുക്കും വേറെ പ്ലാന്റ് വെക്കാം. ഈ മണ്ണാകെ വെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാനുള്ള ആ 2 പോട്ടും ഞാൻ നനക്കാതെ വെച്ചതാട്ടോ 2 ദിവസമായിട്ട്. മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ഇനി നനക്കാം. ഇതൊരു പ്രാവശ്യം ഒന്ന് വീണിട്ട് പൊട്ടിപ്പോയതാട്ടോ. പക്ഷേ ഇൻസൈഡിൽ വെക്കണ പോട്ടാണല്ലോ, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഫിറ്റോണിയ വേറെ ഇളകാതെ എങ്ങനെ വെക്കാമെന്നുള്ള ഐഡിയയിലിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇട്ട് കൊടുത്താണ്. ഇങ്ങനെ കമിഴ്ത്തുമ്പോൾ കയ്യിലിരുന്ന് ലീഫ് കേടാവും ചെയ്യരുത്, വേര് ഇളകും ചെയ്യരുത്. അങ്ങനെ ഇതാ എങ്ങനെയൊക്കെയോ കൊണ്ട് വെച്ചു. ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ നഴ്സറിയിൽ നിന്ന് കൊടുത്തിട്ട് 4 പോട്ടിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. അതിപ്പോൾ 3 പോട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, 1 പോട്ട് അകത്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ഓരോ സിംഗിൾ തൈ വെച്ചതായിരുന്നു. അപ്പോൾ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നല്ല തിക്കായി വന്നു. ഇതിൻ്റെ വേറെ നിൽക്കണ ആ 2 ലീഫും ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ പോട്ട്, ഇനിയിപ്പോൾ ആ വെർട്ടിക്കൽ ഗാർഡൻ പോട്ടുണ്ടല്ലോ ഞാൻ ഈ പ്ലാന്റ് എടുത്ത, അതിൽ ഞാൻ എന്തിൻ്റെങ്കിലും കട്ടിങ്സ് കുത്തി വെക്കൂട്ടാ. അപ്പോൾ നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സിന് ഉള്ളതാണ്, ഇടയ്ക്ക് ഇങ്ങനെ പോവും. അപ്പോൾ നമുക്കിങ്ങനെ റീപ്ലാന്റ് ചെയ്യണമെങ്കിലൊക്കെ തൈകൾ ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട് കിട്ടുമ്പോൾ നല്ലതല്ലേ. മറ്റേത് ഒരു കട്ടിങ്സ് വെച്ച് അത് പിടിച്ചൊക്കെ വരണ്ടേ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. പിന്നെ അകത്തുള്ള പ്ലാന്റ്സ് മാറ്റി കൊടുക്കണമെങ്കിലും ഒക്കെ എളുപ്പമാണ് അങ്ങനെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച് വെച്ചാൽ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഒന്നിൽ ഫിറ്റോണിയ, സിങ്കോണിയം, മറ്റേത് 2ഉം ആ ഒരു പോത്തോസ് തന്നെ കേട്ടോ. നിയോൺ പോത്തോസും മഞ്ജുള പോത്തോസും കേട്ടോ. പൂട്ടുകളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി. ഇപ്പോഴൊക്കെ മാസിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ആൾ. വളരെ കുറച്ച് വീഡിയോ മാത്രമാണ് ഞാൻ സ്റ്റാൻഡിൽ വെച്ചെടുത്തിട്ടുള്ളൂ എന്ന്. ബാക്കി മുഴുവൻ അവിടെ എടുത്ത് തന്നതാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലല്ലേ അവർ മുന്നോട്ട് വരുള്ളൂ. പഠിക്കട്ടെ, വീഡിയോ എടുത്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇതാ പ്ലാന്റ്സൊക്കെ അങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ നനക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 4-5 ദിവസത്തിനൊന്നും നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഴ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചക്ക് നനക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ശരിക്കും ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് നമ്മൾ ആ സിങ്കിൽ വെച്ച് നനച്ച് വെച്ചിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ അതിനൊന്നും ടൈമില്ലാതാവുമ്പോൾ അങ്ങനെ തന്നെ നനച്ചു കൊടുക്കും. അതാണ് ആ പോട്ടിൽ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അതും ഫ്രഷായി, ഇതും ഫ്രഷായി, താഴെയുള്ളതും ശരിയാക്കി. ഇനിയിപ്പോൾ ഇതാ മാറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇന്നിനിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ പോട്ടിൽ കട്ടിങ്സ് എടുത്ത് കുത്തി വെച്ച് കൊടുക്കണം. മണി പ്ലാന്റോ അല്ലെങ്കിൽ ഡിസ്ചീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല മാറ്റാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയൊക്കെ ഉണ്ട്, നല്ല യൂസ്ഫുൾ ആവും തോന്നുന്നുണ്ട്. നമുക്ക് ഈ ഒരു റീപ്ലാന്റ് ചെയ്യുന്ന കാര്യത്തിന് മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോഴൊക്കെ ഇവിടെ ഈ ഫ്ലോർ മാറ്റായ കാരണം, ഗ്രാസ് മാറ്റായ കാരണം എനിക്ക് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പണി താഴെ ഇരുന്ന് എടുക്കുകയാണെങ്കിലൊക്കെ ഇത് വിരിച്ചാൽ ആ ഒരു ഗ്രാസിൻ്റെ ഉള്ളിലേക്കൊന്നും വേസ്റ്റ് പോവാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ചക്കൊക്കെ നന്നാക്കുക, അങ്ങനത്തെ ഒക്കെ പണിയൊക്കെ എടുക്കൂലേ നമ്മൾ, ചക്ക വൃത്തിയാക്കുക, അങ്ങനത്തെ ഒക്കെ ജോലിക്ക് കുറച്ച് അധികം സ്പേസ് വേണമല്ലോ. അങ്ങനത്തെ ജോലിക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും തോന്നി എനിക്ക്. അപ്പോൾ ഇതാ അവിടെയൊക്കെ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.